എക്സലൻസ് കോൺക്ലേവിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത സംരംഭകയും ബിഗ് ബോസ് താരവുമായ ശ്രീമതി ശോഭ വിശ്വനാഥാണ്. താരകൂടിയായ ശ്രീമതി ശോഭ വിശ്വനാഥ്. ശ്രീമതി ശോഭയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Thank you so much. ബിഗ് ബോസ് താരവുമായ ശോഭ വിശ്വനാഥിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹൃദയം നിറഞ്ഞ നമസ്കാരം. ബിസിനസ് ഇൻസൈറ്റ് മാഗസീനിൻ്റെ ഇൻവിറ്റേഷൻ ലാസ്റ്റ് ഇയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സ്നേഹം മാത്രമാണ് തന്നത്. ഇപ്രാവശ്യം ഒരു സർപ്രൈസ് അവാർഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. സോ ആദ്യമായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമ്മൾ വായിക്കുന്നത് ജങ്ക് ആണ് അല്ലേ. എന്റർടൈൻമെന്റ് ആണ് ഒരു മേ ബി 80% ആൾക്കാരും ഇൻട്രസ്റ്റഡ്. അവിടെ ഒരു ബിസിനസ് മാഗസീൻ ആ ഒരു സെഗ്മെന്റില് ബിസിനസ് മാഗസീൻ ഒരു മാർക്ക് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അറ്റ് ഓൾ. അപ്പോൾ വി ഷുഡ് ഗിവ് അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ ദിനേശ് അങ്കിൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഈ ഒരു ഇതൊന്നും എനർജി ഒന്നും പോരാ. നമുക്ക് അത്രത്തോളം എഫേർട്ടാണ്, റിസ്ക് ആണ് അവരെടുത്തിട്ട് ഇങ്ങനെ ഒരു മാഗസീൻ തുടങ്ങാനും അതിന്റെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ബിക്കോസ് ദേ ഫ്രം വൺ ലെവൽ. കുറച്ചും കൂടെ രീതിയിൽ ഗ്രോത്ത് എന്നുള്ളൊരു കാര്യം അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. ഓരോ വർഷം കഴിയുന്നതോറും നമ്മൾ എത്രത്തോളം വളർന്നു എന്നുള്ള കാര്യം, നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളവരെ എത്രത്തോളം നമ്മൾ വളർത്തി എന്നുള്ളൊരു കാര്യം, അതിലാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. സോ ഐ എം റിയലി പ്രൗഡ് ടു ബി എൻ ഓൺട്രപ്രണർ അല്ല, സോഷ്യൽ ഓൺട്രപ്രണർ. ഐ വുഡ് സേ സോ യു ഷുഡ് ചേഞ്ച് ഹിയർ. വെൻ ഐ സോ ഓൺട്രപ്രണർ ആൻഡ് ബിഗ് ബോസ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഓൺട്രപ്രണർ അല്ല, ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം കഷ്ടപ്പാടാണെന്ന് നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്. പക്ഷെ ആസ് എ സോഷ്യൽ ഓൺട്രപ്രണർ ഇറ്റ്സ് ടു ഓർ ട്രൈസ് അത്രത്തോളം നമുക്ക് ചാലഞ്ചസ് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ബിക്കോസ് വി ഓൾവേസ് എന്താ പറയുക ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഒരുപാട് പേര് ബെനിഫിഷ്യറീസ് ആയിട്ടാണ് നമ്മുടെ കൂടെ നിർത്തി നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും കൂടി നമ്മൾ വളർത്താൻ നോക്കുന്നത്. സോ അങ്ങനെ ഒരു പ്രൗഡ് സോഷ്യൽ ഓൺട്രപ്രണർ ആയിട്ട് വളരാൻ എനിക്ക് കഴിഞ്ഞു. ഒത്തിരി പേര് ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക
ഇപ്പൊ ബിഗ് ബോസിൽ പോയപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വൈ ഐ വെന്റ് ടു ബിഗ് ബോസ് ഇസ് മൈ വോയിസ് ഷുഡ് ബി ഹേർഡ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, നമ്മള് ഓക്കെ ഡെഫിനറ്റ്ലി നമ്മള് ജീവിക്കുക, അതിന്റെ കൂടെ എന്റെ വോയിസ് കൊണ്ട് ഒരുപാട് പേരിൽ ഒരു മാറ്റം ഉണ്ടാകുക, എനിക്ക് മാറണം, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുക, ഒരു ചേഞ്ച് മേക്കറായിട്ട് മാറുക എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് എന്റെ ലൈഫ് ജേർണി ഷെയർ ചെയ്യുന്നതിലൂടെ if I could change at least one person, especially women like me, it's a big thing for me. ഞാൻ ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കൊണ്ട് ഒരു മീനിങ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. And I was able to successfully ഈ പറഞ്ഞ പോലെ entertain, educate and make an impact മലയാളികളെ, especially women like me and girls like me. So thank you for giving me that opportunity. ഈ ഒരു ബുക്കിനകത്ത് അത്രമാത്രം സ്റ്റോറീസ് ആണ് ഷെയർ ചെയ്യുന്നത്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. നമ്മൾ കേസ് സ്റ്റഡി ഒക്കെ MBA പഠിക്കുന്ന കേസ് സ്റ്റഡീസ്, അതുപോലത്തെ കേസ് സ്റ്റഡീസ് ആണ്, സ്പെഷ്യലി സക്സസ് ആയിട്ടുള്ളവരുടെയും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഫെയിലിയറിൽ നിന്നാണ്, നമ്മൾ പറഞ്ഞതുപോലെ. ആൻഡ് മൈ സക്സസ് സ്റ്റോറി ഓൾസോ സ്റ്റാർട്ടഡ് ഫ്രം എ ഫെയിലിയർ. ലൈഫിൽ അങ്ങനെ വീണ് പോയെന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. എൻ്റെ വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ ബേബി ഇപ്പോൾ 13 years ആയി. When I look back, it's been 13 years now. So, അതും കൈത്തറി മേഖലയിൽ ഒരു പ്രോബ്ലം കണ്ടപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്, സോഷ്യൽ എന്റർപ്രൈസ് ആണ് വീവേഴ്സ് വില്ലേജ്. ടു റിവൈവ് ദ ലൂംസ്, കേരളത്തിലെ നെയ്ത്തുകാരെയും അതുപോലെ തന്നെ ട്രൈബൽസിനെയും അതുപോലെ തന്നെ ആർട്ടിസൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. So think about it. If I can do it, you can do. I'm telling you, trust me. Our failure in Weavers Village, I started with zero investment. You won't believe. എങ്ങനെ തുടങ്ങി എന്നുള്ളതാണ്. You should have that ആദ്യം ആ കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ് എല്ലാം. ആൻഡ് തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ്. എത്രയോ ബിസിനസ് നമ്മൾ കാണുന്നത് തുടങ്ങാൻ ഭയങ്കര ഈസിയാണ്, ഫ്രണ്ട്സ് നമ്മൾ ചേർന്ന് തുടങ്ങും ഇത്. പക്ഷെ സസ്റ്റെയിൻ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പോവാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നെവർ ഗിവ് അപ്പ്. ഞാൻ അവിടെ ബിഗ് ബോസിൽ ഞാൻ നിന്ന് 100 days കംപ്ലീറ്റ് ചെയ്യാനേ കാര്യം ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ്. ഒരുപാട് ചാലഞ്ചസ് വരും, നമുക്ക് ഇട്ടിട്ട് പോകാനൊക്കെ തോന്നും. പക്ഷെ when you think that ഇതല്ല എന്റെ ഗോൾ, ഇതാണ് എന്റെ ഫോക്കസ്, ഇതാണ് winning, that means a lot, not just for me, to me. എന്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് എന്നൊരു നമുക്കൊരു ഇതുണ്ടല്ലോ. അതേ കാര്യം നമുക്ക് വരുമ്പോൾ യു ഫീൽ ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് നെവർ ഗീവ് അപ്പ് എന്നുള്ളത് നമുക്ക് തന്നെ വരും. ഇതെല്ലാം തുടങ്ങുന്ന ഈ പറയുന്ന പോലെ ഒരു ഡ്രീമിൽ നിന്ന് തന്നെയാണ്. ഓൾവേസ് ഐ സ്പീക്ക് അബൌട്ട് ദിസ് ഡ്രീം ബിക്കോസ് ലിറ്റിൽ ഗേൾസ് വിത്ത് ഡ്രീംസ് ബിക്കം വിമൻ വിത്ത് വിഷൻ. അപ്പോൾ കൂടെ ഇടണം, നെവർ ഗീവ് അപ്പ്. സോ ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ to all the entrepreneurs, or guys who want to get into entrepreneurship. Please, let's make a difference in the community. Let's do it together.